ഓക്കെ, ഏവർക്കും വിനീതമായ നമസ്കാരം. നെറ്റ്സർഫ് കേരളയിലേക്ക് നമ്മുടെ ബയോഫിറ്റിന്റെ കാർഷിക മേഖലയിൽ വലിയൊരു പരിവർത്തനം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നെറ്റ്സർഫിന്റെ പുതിയൊരു ട്രെയിനിങ് സെഷനിലേക്ക്, പ്രൊഡക്റ്റിന്റെ നോളജ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളോടൊത്ത് അനുഭവം പങ്കിടുന്നത് കഴിഞ്ഞ 2 വർഷക്കാലമായി നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല റിസൾട്ട് നേടിയെടുത്ത കാസർഗോഡ് ജില്ലയിലെ പ്രിൻസ് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം, കാരണം ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിച്ച് ഒരു കർഷകനായിട്ട് ആ ഒരു കർഷകൻ അത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അനുഭവം പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് മറ്റുള്ള കർഷകർക്ക് ഇത് ഉപയോഗിക്കുവാനും അതിലൂടെ ഏറ്റവും നല്ല കോൺഫിഡൻസ് ഈ ഒരു പ്രൊഡക്റ്റിലൂടെ ലഭിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു ഉത്തേജനമാണ് എന്ന് മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ട പ്രിൻസ് സാറിനെ സ്നേഹപൂർവ്വം ഈ ഒരു മീറ്റിംഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ദാമോദർ സാർ അടക്കമുള്ള നെറ്റ്സർഫിന്റെ ലീഡേഴ്സിനെ, പ്രിയപ്പെട്ട നെറ്റ്സർഫിന്റെ കർഷക സുഹൃത്തുക്കളെ, നെറ്റ്സർഫ് നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം, സ്വാഗതം. നമ്മുടെ കാർഷിക മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറുന്ന, ഒരുപക്ഷെ കഴിഞ്ഞ 23 വർഷക്കാലമായി ഇന്ത്യയിലെ 22-ലധികം സംസ്ഥാനങ്ങളിൽ, നമ്മൾ എടുത്തു പറയുന്നത് അതാണ്, ഇന്ത്യയിലെ 22-ലധികം സംസ്ഥാനങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച റിസൾട്ടിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഓർഗാനിക് അഗ്രികൾച്ചറിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവൻ ഓർഗാനിക് അഗ്രികൾച്ചറിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കെമിക്കൽ രഹിതമായ ഒരു കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് വിശദീകരിക്കേണ്ട ആവശ്യകത ഇന്നിവിടെ ഇല്ല, അതിനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു വസ്തുത മാത്രമാണ്. ആ വസ്തുതകളെ മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ത്യയിലും അതോടൊപ്പം തന്നെ ലോകം മുഴുവനും ഇന്ന് ജൈവ കാർഷിക സംസ്കാരത്തെ വളരെയധികം ഇടനെഞ്ചിലേറ്റിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ 23 വർഷക്കാലമായി ഇന്ത്യയിലെ 65,000-ലധികം വരുന്ന ക്രോപ്പുകൾക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ട് കർഷകരിലേക്ക് എത്തിക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ അത് ഉപയോഗിച്ച ആൾക്കാരുടെ അനുഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നു. നമുക്ക് ആ ഉൽപ്പന്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാം, അതോടൊപ്പം തന്നെ കമ്പനിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഏതൊരു ഉൽപ്പന്നങ്ങൾ, നമ്മൾ ഏതൊരു ജോലിക്ക് പോകുന്നതാണെങ്കിലും ഏതൊരു ഉൽപ്പന്നത്തെ നമ്മൾ സ്വീകരിക്കുന്നതാണെങ്കിലും ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയാണ് ആദ്യമായി നമ്മൾ പരിഗണിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിയെ കുറിച്ച് നോക്കുവാണെങ്കിൽ, നമ്മൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ 23 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് നമ്മുടെ നെറ്റ്സർഫ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ആദ്യമായി വരുന്ന അജയ് ബയോടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അജയ് ബയോടെക് എന്ന് പറയുന്നത് 1990-ൽ ഇന്ത്യയിൽ ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ടി സ്ഥാപിതമായ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് അജയ് ബയോടെക് എന്ന് പറയുന്നത്. 2000-ൽ നെറ്റ്സർഫ് രൂപീകൃതമായപ്പോൾ അജയ് ബയോടെക്കിനെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു പരിവർത്തനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കാർഷിക മേഖലയിൽ 2000-ൽ സുജിത് ജെയിൻ എന്ന് പറയുന്ന 22 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇന്ത്യയിൽ ഒരു ഓർഗാനിക് സംസ്കാരത്തെ കെട്ടിപ്പടുക്കണം എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യവുമായി തുടങ്ങിയ നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അസോസിയേറ്റ് സ്ഥാപനമാണ് അജയ് ബയോടെക് എന്ന് പറയുന്നത്. അതോടൊപ്പം രണ്ടാമത്തെ ഒരു കമ്പനി നെറ്റ്സർഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു നെറ്റ്സർഫ് റിസർച്ച് ലാബ്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് റിസർച്ച് ലാബ് എന്ന് പറയുന്നത്. കാരണം ഇന്ന് കർഷകരിലേക്ക് എത്തിക്കുന്ന ഓരോ ഉൽപ്പന്നവും റിസർച്ച് ലാബിലൂടെ റിസർച്ച് ചെയ്ത് അതിന്റെ ഉൽപ്പന്നത്തിന്റെ റിസൾട്ട് എടുത്തതിന് ശേഷമാണ് കർഷകരിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ 100% കോൺഫിഡൻസോടുകൂടി 100% ഇതിന്റെ റിസൾട്ട് നമുക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അതോടൊപ്പം തന്നെ മൈലാബ് എന്ന് പറയുന്ന ഏഷ്യയിലെ നമ്പർ 1 ലാബായ മൈലാബ്, അതോടൊപ്പം തന്നെ ലോകത്തിലെ നമ്പർ 2 ലാബായ മൈലാബ് എന്ന് പറയുന്നത് നെറ്റ്സർഫിന്റെ ഒരു അസോസിയേറ്റ് സ്ഥാപനമാണ്. എന്താണ് മൈലാബ്? നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയി മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കമ്പനിയാണ് മൈലാബ് എന്ന് പറയുന്നത്. കാരണം 2019-ൽ കൊറോണ എന്ന് പറയുന്ന മാരകമായ വൈറസ് ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ അതിനെ ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റ് പോലും ചൈനയിൽ നിന്നായിരുന്നു കടന്നു വന്നത്. 5000 മുതൽ 7500 രൂപ വരെയുള്ള ആ കിറ്റിനെ 1000 രൂപയിലും 500 രൂപയിലും 250 രൂപയിലേക്കും ചുരുക്കി ഏതൊരു സാധാരണ ജനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മാറ്റം വരുത്തുവാൻ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത ഒരു കമ്പനിയാണ് മൈലാബ് എന്ന് പറയുന്നത്.
ഇന്ന് HIV ടെസ്റ്റിംഗ് കിറ്റ് പോലും നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് മൈലാബ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അവിടെ പോയി അവർക്ക് റെക്കഗ്നിഷൻ കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു കമ്പനിയുടെ ഒരു ഭാഗമാണ് നമ്മുടെ നെറ്റ്സർഫ് എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. അതുപോലെ തന്നെ വൂഹു എന്ന് പറയുന്ന ഫുഡ് ആൻഡ് ബീവറേജിനും ഡയറിക്കും വേണ്ടിയിട്ടുള്ള ഒരു കമ്പനി നമ്മുടെ നെറ്റ്സർഫിന്റെ അസോസിയേറ്റ് സ്ഥാപനമാണ്. ഗ്രിൻ എന്ന് പറയുന്ന വെർട്ടിക്കൽ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗ്രിൻ എന്ന് പറയുന്ന ഒരു കമ്പനി നമ്മുടെ നെറ്റ്സർഫിന്റെ അസോസിയേറ്റ് സ്ഥാപനമാണ്. അതോടൊപ്പം തന്നെ നെറ്റ്സർഫിന്റെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്ന നെറ്റ്സർഫ് ഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഭാഗമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. ഇന്ന് ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ US-ലെ ലോകത്തിലെ ഏറ്റവും വലിയ ഓർഗാനിക് രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും, അത് അമേരിക്കയാണ്, US ആണെന്നുള്ളത്. ആ US-ന്റെ ഗ്രേഡ് 1 കൂടി പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ നിന്നും ഒരു കമ്പനി ലോകത്തിലേക്ക് പോകുവാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന US-ലടക്കം തായ്ലാന്റിലടക്കം മലേഷ്യയിലടക്കം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അതുകൊണ്ടാണ് ഇന്ത്യയിലെ തന്നെ ടോപ്പ് മീഡിയാസ് നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളെ കർഷകരിലേക്കും ജനങ്ങളിലേക്കും റെക്കഗ്നൈസ് ചെയ്ത് എത്തിക്കുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഫോബ്സ് മീഡിയ, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, മണി കൺട്രോൾ, ഹിന്ദുസ്ഥാൻ ടൈംസ്, സക്കായ്, ഫസ്റ്റ് പോസ്റ്റ് തുടങ്ങിയ ഇന്ത്യയിലെ ലീഡിംഗ് മീഡിയാസ് എല്ലാം തന്നെ നെറ്റ്സർഫിന്റെ കമ്പനിയെയും ഉൽപ്പന്നങ്ങളെയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മുൻപന്തിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയാണ്, ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചത് കിട്ടുന്ന റിസൾട്ടാണ്, അതോടൊപ്പം തന്നെ കമ്പനിയുടെ ക്രെഡിബിലിറ്റി ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഉൽപ്പന്നങ്ങൾ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ജനങ്ങളിലൂടെ അത് കൂടുതൽ റിസൾട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും നമുക്ക് സാധിക്കുന്നു. നമുക്കിത് നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കി, ഇനി നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ കാണുന്നുണ്ടാവും പല രൂപത്തിലും ഭാവത്തിലുമുള്ള വളരെ വ്യത്യസ്ത കളറുകളിലുള്ള കുറെ ബോട്ടിലുകൾ നമ്മൾ ഇവിടെ കാണുന്നുണ്ടാവും. ഖരാവസ്ഥയിലുള്ള വളപ്രയോഗത്തിൽ നിന്നും ദ്രാവകാവസ്ഥയിലുള്ള വളപ്രയോഗത്തിലേക്ക് നമ്മൾ ചുവട് വയ്ക്കുമ്പോൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 കാർഷിക ഉൽപാദന കയറ്റുമതി ചെയ്യുന്ന വിപണനം ചെയ്യുന്ന കേരളത്തിന്റെ വലിപ്പം പോലത്തെ ഇസ്രായേലിന്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ കഴിഞ്ഞ 23 വർഷക്കാലമായി പൂനെയിലും ഹിമാചൽ പ്രദേശിലും സിക്കിമിലടക്കം നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഈ ഉൽപ്പന്നങ്ങൾ എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്താണ്, ഇത് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, നമുക്കറിയാം ഖരാവസ്ഥയിലുള്ള നമ്മുടെ വളപ്രയോഗത്തിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് കർഷകരെ സംബന്ധിച്ച് അനുഭവിക്കുന്ന ഒരു പ്രയാസത്തിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് ലേബർ കോസ്റ്റിൽ കുറവ് വരുത്തുവാൻ വേണ്ടി സാധിക്കുന്നു. 25% മുതൽ 40% വരെ ലേബർ കോസ്റ്റ് കുറയ്ക്കുന്നതിനും 25% മുതൽ 50% വരെ ഈൽഡ് വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ എന്നുള്ളത്. അതിനുള്ള ഉദാഹരണം എന്ന് പറയുന്നത് ഒരു 10 കിലോന്റെ അരി വാങ്ങിയ സഞ്ചിയിൽ തൂക്കിപ്പിടിച്ചു കഴിഞ്ഞാൽ 1 ഏക്കർ തോട്ടത്തിലേക്ക് വളപ്രയോഗം ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്കുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് ആവിർഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഇന്ന് ജീവിതം മുഴുവൻ ടെക്നോളജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പക്ഷെ കാർഷിക മേഖലയെ മാത്രം നമ്മൾ ടെക്നോളജിയിലേക്ക് മാറ്റുന്നില്ല. ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ട്രിപ്പ് ഇറിഗേഷൻ ആയിക്കോട്ടെ, ടാപ്പ് ഇറിഗേഷൻ ആയിക്കോട്ടെ, പോളിഹൗസ് ആയിക്കോട്ടെ, ഫോളിയർ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ ഇടയിലേക്ക് വന്നത്, അല്ലെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പോലും കാലാവസ്ഥ നമുക്ക് സ്വന്തമായി നിരീക്ഷിക്കുവാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി പോലും ഇന്ന് നമുക്കിടയിലേക്ക് വന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞു രാഷ്ട്രത്തിന്റെ ടെക്നോളജിയിൽ നിന്നാണ്. ആ ഒരു ടെക്നോളജിയാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ഇസ്രായേല് രൂപീകരിച്ച ഈ പറഞ്ഞ ട്രിപ്പ് ഇറിഗേഷനും ടാപ്പ് ഇറിഗേഷനും പോളിയാറും പോളിഹൗസും ഒക്കെ നമ്മളിലേക്ക് ദത്തെടുക്കുന്നുണ്ടെങ്കിൽ നാനോ ടെക്നോളജിയും അവരുടെ ഒരു കണ്ടുപിടുത്തമാണ്. അവര് ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്ന് പറയുന്നത് പോലെ ഓരോ തുള്ളിയും അളന്നുകൊണ്ട് സസ്യത്തിന് കൊടുക്കുമ്പോൾ മരുഭൂമിയിൽ പച്ചപ്പിലൂടെ ലോകത്തിലെ നമ്പർ 1 കാർഷിക രാഷ്ട്രമായി അവർക്ക് മാറുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിലെ 40-ലധികം വരുന്ന കർഷകരെ ഇസ്രായേലിന്റെ കാർഷിക മേഖലയെ പഠിപ്പിക്കുവാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് മുൻകൈ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ടെക്നോളജിയാണ്, അവരുപയോഗിക്കുന്ന മെത്തേഡാണ്, അതാണ് ലോകത്തിലെ നമ്പർ 1 രാജ്യമാക്കി അവരെ മാറ്റുന്നത്. 365 ദിവസവും കാർഷിക യോഗ്യമായ ഇന്ത്യയിൽ
നമ്മൾ ഉപയോഗിക്കുന്ന ട്രഡീഷണൽ മെത്തേഡിനെ മാറ്റം വരുത്തിക്കൊണ്ട് ടെക്നോളജിയിലേക്ക് നമ്മൾ എപ്പോഴാണ് ചൂട് വയ്ക്കുന്നത് അവിടെ നമുക്ക് റിസൾട്ടുകൾ ഉണ്ടാകുമെന്ന് നമ്മളെ നാനോ ബയോടെക്നോളജി നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഉൽപ്പന്നങ്ങളിലൂടെ സസ്യങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുന്ന ഈ ഉൽപ്പന്നങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി തന്നെ ഈ ഉൽപ്പന്നങ്ങൾ ബയോഫിറ്റ് അഗ്രിക്കൽ പ്രൊഡക്ട്സ് അപ്രൂവ്ഡ് ബൈ ഓർഗാനിക് അഗ്രികൾച്ചർ ഗ്രൂപ്പ് R&D സെന്റർ ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ DSIRന്റെ ലാബിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അപ്രൂവ്ഡ് ബൈ ഇക്കോസെർട്ട് ഇൻപുട്സ്. ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം അറിയിക്കേണ്ടത്, കാരണം ലോകത്തിലെ 80-ലധികം രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ഇക്കോസെർട്ട് എന്ന് പറയുന്ന ഓർഗാനിക് ജൈവ കാർഷിക സംഘടനയുടെ സർട്ടിഫൈയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ കമ്പനി എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് പ്രൊഡക്ട്സ് ആണ് നമ്മുടേത്. അതുപോലെ തന്നെ ISO സർട്ടിഫൈഡ് കമ്പനിയാണ്, GMB സർട്ടിഫൈഡ് കമ്പനിയാണ്, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് പ്രൊജക്റ്റ് ആണ് നമ്മുടെ ഉള്ളത്. അതുകൊണ്ടാണ് ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ന് കേരളത്തിൽ മാത്രമല്ല, നാഗ്പൂരിലെ ഓറഞ്ചിന്റെ തോട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, ഓറഞ്ചിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മഹാരാഷ്ട്രയിലേക്ക് പോയി കഴിഞ്ഞാൽ തുവരയുടെയും പരിപ്പിന്റെയും കടലയുടെയും റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മധുരയിലും തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വാഴയുടെയും മുല്ലപ്പൂവിന്റെയും റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവയൊക്കെ നിങ്ങളുടെ വിരൽത്തുമ്പിലാണ്. നിങ്ങൾക്കൊന്ന് വിരൽ ഞൊടിച്ചു കഴിഞ്ഞാൽ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളുടെ റിസൾട്ട് ഏത് ഭാഷയിലും ഏത് രൂപത്തിലും ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും അതിന്റെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും അതിന്റെ റിസൾട്ടും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നം, ഓർഗാനിക് ഉൽപ്പന്നം ഉണ്ടെങ്കിൽ അത് നെറ്റ്സർഫിന്റെ ആണെന്ന് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. നമുക്ക് നോക്കാം, ഒരു കാർഷിക മേഖലയിൽ നോക്കുമ്പോൾ ഒരു സസ്യത്തിന്റെ ഫുഡുകൾ ഏതൊക്കെ രീതിയിലാണ് ശേഖരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്സിജനിലൂടെ, കാർബൺ ഡൈ ഓക്സൈഡിലൂടെ, ഷുഗറിലൂടെ, വിറ്റമിൻസിലൂടെ, വാട്ടറിലൂടെ, ലൈറ്റ് എനർജിയിലൂടെ ഒക്കെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. സസ്യങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്. ഒരു ഗ്രോത്തിന് വേണ്ടി എന്തൊക്കെയാണ് എലമെന്റ്സ് എന്ന് നമുക്ക് നോക്കാം. സൺലൈറ്റ്, വാട്ടർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ്, മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, പ്ലാന്റ് ഹോർമോൺസ്, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ, PGR, ബയോ സ്റ്റിമുലൻസ് ഒക്കെയാണ് ഒരു പ്ലാന്റിലെ ഗ്രോത്തിന് വേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ 1970 കാലഘട്ടങ്ങളിലാണ് നമ്മുടെ രാസവള പ്രയോഗം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ 15 വർഷത്തിന് ശേഷം നമ്മുടെ കെമിക്കലിന്റെ ഉപയോഗം ഇന്ത്യയിൽ അധികമാവാൻ വേണ്ടി തുടങ്ങി. അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ റിസൾട്ട് കർഷകരിലേക്ക് ലഭിക്കുമ്പോൾ അവർ കൂടുതലായിട്ട് അത് ഉപയോഗിക്കാൻ ആരംഭിച്ചു. പക്ഷേ അതിന്റെയൊക്കെ ഒരു പ്രത്യാഘാതം അനുഭവിക്കുന്നത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ്. മണ്ണ് മരിച്ചു, മണ്ണിലെ മൂലകങ്ങൾ നഷ്ടപ്പെട്ടു, മണ്ണിലെ സൂക്ഷ്മ ജീവികൾ നഷ്ടപ്പെട്ടു, അതിലുപരി സൂക്ഷ്മാണുക്കൾ നഷ്ടപ്പെട്ടു, അതിലുപരി ചെറിയ തവളകളായിക്കോട്ടെ, ചെറു പ്രാണികളായിക്കോട്ടെ, അവയൊക്കെ നമ്മുടെ മണ്ണിൽ നിന്നും അപ്രത്യക്ഷിതമായി ഒരു കർഷകന്റെ മിത്രമായ മണ്ണിരകളെ പോലും നമുക്ക് ഇന്ന് കാണുവാൻ വേണ്ടി സാധിക്കാത്ത തരത്തിലേക്ക് നമ്മുടെ മണ്ണിന്റെ ഘടനയെ മാറ്റം വരുത്തുന്നതിന് പ്രധാന പങ്കുവഹിച്ചത് നമ്മളെ അമിതമായിട്ടുള്ള രാസപ്രയോഗത്തിലെയാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. അതിലൂടെ മനുഷ്യരിലേക്ക് രോഗങ്ങൾ പടരുവാൻ വേണ്ടി ആരംഭിച്ചു. അതിനെയൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടി നമ്മുടെ ഈ ഓർഗാനിക് ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കും. നല്ലൊരു നാളേക്ക് വേണ്ടി, നല്ലൊരു ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളതിൽ നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉണ്ടാകുന്നത് അല്ലെ സസ്യത്തെ സംബന്ധിച്ചിടത്തോളം. പ്ലാന്റ് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി, വിൽട്ടിംഗ് എന്ന് പറഞ്ഞാൽ കരിച്ചൽ ഉണ്ടാകുന്നു. സസ്യങ്ങളുടെ ഇലകൾ കരിച്ചൽ കൂടുതലായിട്ട് അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. യെല്ലോയിങ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് റൂട്ട്സിന്റെയും മഞ്ഞളിപ്പ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇൻസെക്ട്സിന്റെയും പെസ്റ്റിന്റെയും അറ്റാക്ക് ഉണ്ടാകും. ഡിസീസസ് ഉണ്ടാകുന്നു, ഓവർ ഡോസസ് ഉണ്ടാകുന്നു, വാട്ടർ ഫെർട്ടിലൈസർ കെമിക്കലിലേക്ക് ഓവർ ഡോസസ് ഉണ്ടാകുന്നു. അതിനെയൊക്കെ മാറ്റം വരുത്താനാണ് ഇസ്രായേൽ ഇപ്പൊ പുതിയൊരു ടെക്നോളജി, ടാപ്പ് ഇറിഗേഷൻ, സെൻസർ വെച്ചുകൊണ്ട് ഒരു സസ്യത്തിന് എത്ര രീതിയിലാണ് വളം വേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുന്ന രീതിയിലേക്ക് മാറ്റം വരുത്തുന്ന അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജിയിലേക്ക് നമ്മുടെ കാർഷിക സംസ്കാരം മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ സസ്യത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് കേരളത്തിലല്ല, ഭൂമിയിൽ എവിടെ പോയി കഴിഞ്ഞാൽ സസ്യത്തിന് അടിസ്ഥാനപരമായി വേണ്ട 3 ഘടകങ്ങളാണ് വേണ്ടത്. ഒന്നാമതായി വേണ്ടത് പ്ലാന്റ് ന്യൂട്രിയൻസ്, മൂലകങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമതായി വേണ്ടത് എന്താണ്? വളപ്രയോഗം. മൂന്നാമതായി വേണ്ടത് PGR, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ തോരണങ്ങളും കൂടെ ഉണ്ടാകുമ്പോഴാണ്, 3 ഘടകങ്ങൾ ഒന്നിച്ച് ചേരുമ്പോഴാണ് സസ്യത്തിന് റിസൾട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത്.
അതിൽ ഏറ്റവും അതിപ്രധാനമായിട്ട് വേണ്ട ഒന്നാമത്തെ ഘടകമാണ് പ്ലാന്റ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് 3 തരത്തിലാണ് സസ്യങ്ങൾക്ക് വേണ്ട മൂലകങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് പ്രധാന മൂലകങ്ങൾ. അതിൽ വരുന്നതാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, NPK. ഒരുപക്ഷെ കാർഷിക മേഖലയിലുള്ളവർ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം എന്താ പറയുക, യൂറിയ, മഷൂറി, പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. രണ്ടാമത് ഉപപ്രധാന മൂലകങ്ങളിൽ നിന്ന് മഗ്നീഷ്യം, കാൽസ്യം, സൾഫർ. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് അയൺ, മാംഗനീസ്, ബോറോൺ, സിങ്ക്, കോപ്പർ, ക്ലോറിൻ, നിക്കൽ, മോളിബിഡനം തുടങ്ങിയ 14ലധികം വരുന്ന മൂലകങ്ങളുടെ ഒരു മിശ്രിതം ഉണ്ടായി കഴിഞ്ഞാലാണ് മണ്ണിലുള്ള കൃത്യമായിട്ടുള്ള അളവിലുള്ള മൂലകങ്ങളെ സസ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുക. അത്തരത്തിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ NPK എന്ന് പറയുന്നത്. പ്രധാന മൂലകങ്ങളായിട്ട് നമ്മൾ കൊടുക്കുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്ന് പറയുന്നത് പ്രകൃതിദത്താൽ സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള മൊബിലൈസിങ് ഫിക്സേറ്റിംഗ് ബാക്ടീരിയയാണ് NPK എന്ന് പറയുന്നത്. കാരണം ഇന്ന് മണ്ണിലും അന്തരീക്ഷത്തിലും കൃത്യമായിട്ടുള്ള മൂലകങ്ങൾ മണ്ണിലും അന്തരീക്ഷത്തിലും ഉണ്ട്. പക്ഷേ നമ്മുടെ മണ്ണ് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലുള്ള ഈ മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയകളാണ് മരിച്ചു പോയത്. ആ ബാക്ടീരിയകളെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരുപക്ഷെ 30 വർഷം മുന്നേയുള്ള നമ്മുടെ മണ്ണിനെ നോക്കുവാണെങ്കിൽ ആ മണ്ണിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ ഉപയോഗിക്കുന്ന വളപ്രയോഗം എന്താണെന്നും ആ വളപ്രയോഗത്തിലുള്ള സസ്യത്തിന് എന്താണ് ലഭിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ അതിലൂടെ നമ്മുടെ മണ്ണിലുണ്ടായ ഘടനയിൽ വരുന്ന മാറ്റത്തെ ആ 30 വർഷം മുന്നേയുള്ള മണ്ണിനെ തിരിച്ചെടുക്കുന്ന പ്രകൃതിദത്താൽ നാച്ചുറൽ ആയിട്ട് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ NPK-യിലൂടെ സാധിക്കുന്നു. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ 78% വരുന്ന മൂലകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. ഈ നൈട്രജനെ സ്വീകരിക്കാനുള്ള ബാക്ടീരിയകൾ സസ്യത്തിന് ഇല്ലാതിരിക്കുമ്പോഴാണ് സസ്യത്തിന് അമിതമായ മഞ്ഞളിപ്പ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത്. ആ രോഗങ്ങളെ ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് സാധിക്കുന്നു? നമ്മുടെ പ്രകൃതിദത്ത അന്തരീക്ഷത്തിലുള്ള മൂലകങ്ങളായ നൈട്രജനെയും ഫോസ്ഫറസിനെയും പൊട്ടാഷിനെയും ഒക്കെ മണ്ണിലും അന്തരീക്ഷത്തിലുള്ളതൊക്കെ പ്രകൃതിദത്ത എത്തിച്ചു കൊടുത്തുകൊണ്ട് അതിന് മൂലകങ്ങളുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ പ്രതിരോധിച്ച് ഒരു നാച്ചുറൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് പവറിനെ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം അന്തരീക്ഷത്തിൽ നൈട്രജനെ സ്വന്തമായി സ്വീകരിക്കാനുള്ള കഴിവ് സസ്യത്തിനില്ല. നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാനുള്ള ബാക്ടീരിയകൾ ത്രൂ ആണ് നൈട്രജനെ സസ്യത്തിന് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ നൈട്രജനെ നൈട്രേറ്റ് ആക്കാനുള്ള ബാക്ടീരിയകളാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. 1 ml എന്ന് പറയുമ്പോൾ 10 കോടിയിലധികം വരുന്ന നാനോ ടെക്നോളജിയിലൂടെ. എന്താണ് നാനോ ടെക്നോളജി? ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഒരു അളവിനെയാണ് നാനോ എന്ന് പറയുന്നത്. ഇപ്പൊ നാനോ കാർ എന്ന് പറഞ്ഞാൽ കാറിൽ ഏറ്റവും ചെറുതായിട്ടുള്ള ഒരു കാറിനെയാണ് നമ്മൾ നാനോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്ടീരിയകളിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഒരു സംവിധാനത്തെയാണ് നാനോ എന്ന് നമ്മൾ പറയുന്നത്. ആ നാനോ ടെക്നോളജിയെ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ മണ്ണിലൂടെ വിഘടിച്ചുകൊണ്ട് മണ്ണിന് ആവശ്യമായ ഘടകങ്ങളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മണ്ണിന്റെ സന്തുലനാവസ്ഥയെ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഉൽപ്പന്നങ്ങൾ സാധിക്കുന്നു എന്നുള്ളതാണ്. പൊട്ടന്റ് സ്റ്റെബിലൈസർ ഫോർ ലോങ്ങർ ഷെൽഫ് ലൈഫ്സ് ആണ്. ഇത് നമുക്ക് ഉപയോഗിക്കേണ്ട 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിലാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യേണ്ടത്. നമ്മൾ ഒരിക്കലും കെമിക്കൽ ഉപയോഗിച്ച ഡ്രമ്മിലോ സ്പ്രേയറിലോ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇതിന് പ്രത്യേകമായിട്ട് തന്നെ ഡ്രമ്മിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന കാരണം ഇതൊരു ഓർഗാനിക് ആണ്. നമ്മൾ കെമിക്കൽ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരു ജൈവാണു വളമാണ്, ഇത് ജീവാണു വളമാണ്. അതിനെ കെമിക്കലുമായി മിക്സ് ചെയ്യുമ്പോൾ അതിന്റെ മരണം സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ കെമിക്കൽ നമ്മൾ മിക്സ് ചെയ്യുന്നത് ഒഴിവാക്കണം. അങ്ങനെയുള്ള ഡ്രമ്മുകളെ ഉള്ളൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മഞ്ഞളും അതുപോലെ തന്നെ കല്ലുപ്പും വാളൻപുളിയും ഇട്ട് ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കത്തിന് ശേഷം നമുക്ക് ഈ ഉൽപ്പന്നങ്ങളെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് കൃത്യമായി മണ്ണിലേക്ക് തന്നെ അപ്ലൈ ചെയ്യണം. കാരണം ഈ ബാക്ടീരിയ ഒരു നിർജീവാവസ്ഥയിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അത് മണ്ണിലെത്തി കഴിയുമ്പോഴാണ് അത് ജീവൻ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി മണ്ണിലേക്ക് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അസറ്റോബാക്ടർ ബാക്ടീരിയ ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ പയറ് ചെടിയുടെ അടിയിലൊക്കെ കുമിളകൾ പോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇതിൽ വരുന്നതാണ്, നമ്മുടെ നൈട്രേറ്റ് ആക്കുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ മൂലകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രധാന മൂലകങ്ങൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് NPK നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു സസ്യത്തിന് വേണ്ട അടിസ്ഥാനപരമായ ഘടകം എന്ന് പറയുന്നതാണ് നമ്മുടെ വളപ്രയോഗം എന്ന് പറയുന്നത്. വളപ്രയോഗത്തിന് നമ്മൾ പലതരത്തിലുള്ള വളപ്രയോഗങ്ങൾ ചെയ്യാറുണ്ട്. ചാണകവളം ചെയ്യാറുണ്ട്, കോഴിവളം ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ മറ്റ് ജൈവവളങ്ങൾ ചെയ്യാറുണ്ട്, എല്ലുപൊടി ചെയ്യാറുണ്ട്, വേപ്പിൻ പിണ്ണാക്ക് ചെയ്യാറുണ്ട്. അതിലൊക്കെ വ്യത്യാസമായി നമ്മുടെ സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന മൈക്രോ മാക്രോ ന്യൂട്രിയൻസ് അടങ്ങിയ 5 ടൺ കാലിവളത്തിന് തുല്യമായ ബാക്ടീരിയകളുടെ ഒരു മിശ്രിതമാണ്, 1 ലിറ്ററിന്റെ ഒരു മിശ്രിതമാണ് ഷേത്ത് എന്ന് പറയുന്നത്.
ഷേത്ത് ഉപയോഗിച്ചിട്ടുള്ള ഗുണങ്ങൾ എന്താണ്? ഒന്ന്, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കും. രണ്ട്, മണ്ണിന്റെ pH ലെവൽ കൺട്രോൾ ചെയ്യും. മണ്ണിന്റെ pH ലെവൽ കൺട്രോൾ ചെയ്യണം. കാരണം മണ്ണിന്റെ pH ലെവൽ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ഒരു മനുഷ്യന്റെ വയറ്റിൽ വിരകൾ ഉണ്ടായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ഏൽക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇടുകയാണ്. അതുപോലെ തന്നെയാണ് മണ്ണിന്റെ pH ലെവൽ 6.5 to 7.5 മാറ്റം വരുത്തുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വളപ്രയോഗം കൃത്യമായി വലിച്ചെടുക്കുന്നതിന് വേണ്ടി സസ്യത്തിന് സാധിക്കില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച വളപ്രയോഗത്തിന്റെ അംശങ്ങൾ നമ്മൾ ഈ വർഷവും മണ്ണ് തുറക്കുമ്പോൾ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. മണ്ണിൽ ദഹന പ്രക്രിയ നടക്കുന്നില്ല. ആ pH ലെവലിനെ കൺട്രോൾ ചെയ്ത് ദഹന പ്രക്രിയ ക്ലിയർ ആക്കി മാറ്റുന്നതിന് വേണ്ടി ക്ഷേത്രത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലൂടെ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അല്ലെ, മണ്ണിരകളെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കർഷകന്റെ മിത്രമാണ് മണ്ണിരകൾ. താഴോട്ടും മുകളിലോട്ടും സഞ്ചരിക്കുന്ന കർഷകന്റെ മിത്രമാണ് മണ്ണിരകൾ. 2 കഷണമാക്കി മാറ്റി കഴിഞ്ഞാൽ ആ 2 കഷണവും ജീവിക്കുന്ന ഒരു കർഷകന്റെ മിത്രമാണ് മണ്ണിര. അതുപോലെ തന്നെ മണ്ണിന്റെ വായു സഞ്ചാരം വർദ്ധിപ്പിക്കുന്ന ഒരു കർഷകന്റെ മിത്രമാണ് മണ്ണിരകൾ എന്ന് പറയുന്നത്. എന്താണ് വായു സഞ്ചാരം? വായു സഞ്ചാരം ഇല്ലെങ്കിൽ മണ്ണ് മരിച്ചു എന്നാണ്. മണ്ണ് മരിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മരിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ്. ആ വായു സഞ്ചാരത്തിലൂടെ മണ്ണിന്റെ മൂലകങ്ങളും വളപ്രയോഗങ്ങളും കൃത്യമായി താഴേക്കും മുകളിലോട്ടും സഞ്ചരിച്ച് സസ്യത്തിന് എത്തിച്ചു കൊടുക്കുന്നതിലൂടെ മണ്ണിരകളുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിനും അതിന് ജീവിക്കാൻ വേണ്ടി സാധിക്കുന്ന ആവാസ വ്യവസ്ഥയെ ക്രിയേറ്റ് ചെയ്യുന്നതിനും നമ്മുടെ ഈ ക്ഷേത്രത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇൻക്രീസസ് ഓർഗാനിക് കാർബൺ ലെവൽ ആൻഡ് ബാക്ടീരിയൽ ആക്ടിവിറ്റി, improves physical, chemical, biological property and productivity of soil, boosts soil health. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഡെവലപ്സ് നാച്ചുറൽ ഡിഫൻസ് സിസ്റ്റം. ഏതൊരു സസ്യത്തിനായിക്കോട്ടെ എല്ലാവർക്കും ഒരു റെസിസ്റ്റൻസ് പവർ ഉണ്ട്, ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. നമ്മുടെ മനുഷ്യർക്കും ഉണ്ട് അല്ലെ, പ്രതിരോധ ശേഷിയുണ്ട്. കൊറോണ എന്ന് പറയുന്ന മാരകമായ വൈറസ് വന്നപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു, പ്രതിരോധ ശേഷി കുറഞ്ഞവരെയാണ് ഏറ്റവും കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്തത്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രതിരോധ ശേഷി പോലെ തന്നെ സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും എല്ലാം പ്രതിരോധ ശേഷിയുണ്ട്. ഈ പ്രതിരോധ ശേഷിയെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന കുറെ വർഷങ്ങൾക്ക് മുന്നേ സസ്യങ്ങൾക്ക് ഉണ്ടായിരുന്ന പ്രതിരോധ ശേഷി പോലെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ഷേത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു. ഷേത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് 1 ലിറ്റർ വെള്ളത്തിൽ 2 ml രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. NPK ഷേത്ത് NPKയുടെ കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് അപ്ലൈ ചെയ്ത കെമിക്കൽ ഉപയോഗിച്ച് ഡ്രമ്മുകളൊന്നും ഉപയോഗിക്കാതെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് നോക്കാം ഷേത്ത് ഉപയോഗിച്ച് കിട്ടിയ കുറച്ച് റിസൾട്ടിനെ നമുക്ക് നോക്കാം. മണ്ണിരകളുടെ റിസൾട്ട് നമുക്ക് നോക്കാം. ഇത് മണ്ണിരകളുണ്ടായ ഒരു റിസൾട്ടാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത നമ്മുടെ കേരളത്തിലെ ആലക്കോട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് കിട്ടിയ ഒരു റിസൾട്ടാണ്. നമ്മളങ്ങനെ മണ്ണിര തേടിയുള്ള ഒരു യാത്രയിലാണ് നമ്മുടെ ജോസഫ് മാഷന്റെ കൂടെയുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മണ്ണിരകൾ താഴെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ നല്ല വലിപ്പമുള്ള പഴയകാലത്ത് നമ്മൾ കാണുന്ന മണ്ണിരകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള മണ്ണിരകൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ? രാസവളം കൊടുക്കുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. നമ്മുടെ വളപ്രയോഗം കഴിഞ്ഞ 2 വർഷക്കാലമായി ഈ ഒരു മണ്ണിരകൾ ഇത്രയും വലിപ്പമുള്ള അല്ലെങ്കിൽ കർഷകരുടെ മിത്രമായ മണ്ണിരകൾ വീഡിയോ എടുത്തത് നമ്മുടെ ഈ പ്രൊഡക്റ്റ് 1 വർഷക്കാലമായി ഉപയോഗിച്ച് ചെറിയൊരു സ്ഥലത്ത് രണ്ടാമത്തെ തവണ അപ്ലൈ ചെയ്യാൻ കാണാൻ വേണ്ടി സാധിച്ചതാണ്. വീഡിയോ തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. കമ്പനി പറയുന്ന നമ്മുടെ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കും, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത മാറ്റും എന്ന് പറയുന്നത് വളരെ കൃത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കുമ്മായം, അതുപോലെ തന്നെ ഡോളോമേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഉപയോഗിക്കാതെ നമുക്ക് ഷേത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റിലൂടെ സാധിക്കും. കാരണം കുമ്മായം, ഡോളോമേറ്റ് തുടങ്ങിയ വസ്തുക്കളൊക്കെ മണ്ണിന്റെ പ്രതലത്തിലുള്ള മണ്ണിരകളെയും സൂക്ഷ്മജീവികളെയും ഒക്കെ നശിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അതൊരു കെമിക്കൽ പദാർത്ഥമാണ്. അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത ഒരു റിസൾട്ട് കൂടെ നമുക്ക് ഇതിലൂടെ കാണാം. കർഷക സുഹൃത്തുക്കളെ, നിതീഷ് തൊഴുത്തുവിൽ നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരു പരീക്ഷണമാണ് നടക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ പാത്രത്തിൽ കാണുന്നത് ഡോളോമേറ്റ് ഇട്ടതാണ്, രണ്ടാമത്തെ പാത്രത്തിൽ ഇടുന്നത് കുമ്മായം ഇട്ടതാണ്, മൂന്നാമത്തെ പാത്രത്തിൽ കക്കപ്പൊടി, നാലാമത്തെ പാത്രത്തിൽ നെറ്റ്സർഫിന്റെ വളങ്ങൾ ഉപയോഗിച്ച ഒരു 4 പാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ 4 പാത്രത്തിലും നമ്മൾ മണ്ണിരകളെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ 4 പാത്രത്തിലും
മണ്ണിരകളെ അപ്ലൈ ചെയ്തതിൽ ഏത് പാത്രത്തിലാണ് മണ്ണിരകൾ ജീവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ മണ്ണിരകൾ ഓൾറെഡി മരണത്തിൻ്റെ പാതയിലാണ്, പിടയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ കുമ്മായത്തിലെ മണ്ണിരകളും പിടയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ കക്കപ്പൊടി ഇട്ട ഒരു പോട്ടിലെ മണ്ണിരകളും പിടയ്ക്കുന്നൊന്നുമില്ല, താഴോട്ട് സഞ്ചരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച മണ്ണിര ഓൾറെഡി താഴോട്ട് പോയിരിക്കുകയാണ്. അതിപ്പോൾ ഒറ്റ മണ്ണിര മാത്രമാണ് മുകളിലുള്ളത്. അത്രയും നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ വളരെ ഓർഗാനിക്കായി മണ്ണിനെ സംരക്ഷിക്കുന്നവയാണെന്നുള്ള ഒരു തിരിച്ചറിവ് കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എക്സ്പെരിമെന്റ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുമ്മായവും അതുപോലെ തന്നെ ബാക്കി വരുന്ന ഡോളോമേറ്റ് അടക്കമുള്ള കെമിക്കൽ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ മണ്ണിന്റെ ഘടനയിൽ മാറ്റം വരുന്നു, മണ്ണിരകൾ മരിച്ചു പോകുന്നു എന്നുള്ളത്. കാരണം ആ പാത്രത്തിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ മണ്ണിരകൾ പെടഞ്ഞ് മരിച്ചു പോകുന്ന ഒരു കാഴ്ച എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ വരുന്നതിനെ നമുക്ക് മാറ്റം വരുത്തുന്ന ഒരു ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടി നമ്മുടെ NPK ഷേത്ത് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒന്നാമത്തെ ഘടകങ്ങൾ പറഞ്ഞു, മൂലകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപപ്രധാന സൂക്ഷ്മ മൂലകങ്ങൾ, അതുപോലെ തന്നെ മൈക്രോ മാക്രോ ന്യൂട്രിയൻസും വളപ്രയോഗത്തിലും അടങ്ങിയിരിക്കുന്ന ഷേത്ത് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഘടകം എന്ന് പറഞ്ഞാണ് PGR, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി അല്ലെങ്കിൽ ഗ്രോത്ത് പ്രൊമോട്ടർ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. സ്റ്റിംറിച്ച് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് റൂട്ട് ടു ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. റൂട്ട് ടു ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേര് മുതൽ കായഫലം വരെയുള്ള പ്രദേശങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളത്. സ്റ്റിംറിച്ച് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്, സസ്യങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ളത് 2 വേരുകളാണ്. അതിൽ ഒന്നാമത്തെ വേരെന്ന് പറയുന്നത് വെളുത്ത വേരാണ്, രണ്ടാമത്തെ വേരെന്ന് കറുത്ത വേരാണ്. ഈ കറുത്ത വേരുകൾ എന്ന് പറയുന്നത് താഴ്വേര് അല്ലെങ്കിൽ വെള്ളം ശേഖരിക്കാനുള്ള വേരുകളാണ്. വെളുത്ത വേരുകൾ എന്ന് പറയുന്നത് അതിന്റെ മണ്ണിന്റെ പ്രതലത്തിലുള്ള പോഷകാഹാരങ്ങളെ സ്വീകരിക്കുന്ന വേരുകളാണ്. പക്ഷെ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ വെളുത്ത വേരുകൾ കുറഞ്ഞു വരുന്നത്, അല്ല സസ്യത്തിന് വെളുത്ത വേരുകൾ ഇല്ലാത്ത ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്? മണ്ണിൽ പോഷകാഹാരങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ വെളുത്ത വേരുകൾ പ്രൊമോട്ട് ചെയ്യപ്പെടില്ല. അതുകൊണ്ടാണ് സസ്യത്തിന് പലതരത്തിലുള്ള രോഗങ്ങൾ അഡിക്റ്റ് ആവുന്നത്. ആ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സ്റ്റിംറിച്ചിലൂടെ സാധിക്കുന്നു. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ മാവ്, പ്ലാവ് തുടങ്ങിയ നമ്മുടെ വലിയ സസ്യങ്ങളെ നോക്കുകയാണെങ്കിൽ അതിന്റെ വേരുകൾ പല സ്ഥലങ്ങളിൽ പോയി പോഷകാഹാരങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ മാവിനും പ്ലാവിനും ഒക്കെ നമ്മൾ വളപ്രയോഗം നടത്താതിരിക്കുന്നത്. പക്ഷെ കൊമേഴ്സ്യൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് വളപ്രയോഗവും കെമിക്കലും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ ഒരു വീട്ടുമുറ്റത്ത് ഉണ്ടായിരിക്കുന്ന നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് ചില ഒരുപക്ഷെ നമ്മൾ വളപ്രയോഗം ചെയ്യാറില്ല. അതിൽ നിന്നാൽ ഈൽഡ് വരാറുണ്ട്. എന്തുകൊണ്ടാണ്? അതിന്റെ വേരുകൾ പല സ്ഥലങ്ങളിൽ പോയി അതിന്റെ പോഷകാഹാരങ്ങൾ ശേഖരിക്കാറുണ്ട്. പക്ഷേ ബാക്കി വരുന്ന തെങ്ങായിക്കോട്ടെ, കവുങ്ങായിക്കോട്ടെ, ഏലമായിക്കോട്ടെ, ജാതി ആയിക്കോട്ടെ, അതിന്റെ ഇലകൾ എവിടെയാണോ സ്പ്രെഡ് ചെയ്യുന്നത്, റബ്ബർ ആയിക്കോട്ടെ, അവിടം വരെ മാത്രമാണ് ഈ വെളുത്ത വേരുകൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ഈ പ്രതലത്തിലുള്ള പോഷകാഹാരങ്ങൾ, നമ്മളിപ്പോ NPKയും ഷേത്തും ഉപയോഗിച്ച് കിട്ടുന്ന പോഷകാഹാരങ്ങളെ വെളുത്ത വേരുകൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള അളവിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്റ്റിംറിച്ച് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കാണ്ഡബലം നല്ല രീതിയിലേക്ക് മാറ്റപ്പെടുത്തുന്നു. ഉദാഹരണത്തിന് നോക്കിയാൽ റബ്ബർ പലതരത്തിൽ ഒടിഞ്ഞു പോകാറുണ്ട്. നമ്മൾ കാറ്റിലായാലും ചെറിയ കാറ്റ് വന്നാൽ പോലും ഒടിഞ്ഞു പോകാറുണ്ട്. റബ്ബറിന് പ്രത്യേകിച്ച് നമ്മൾ വളപ്രയോഗം ചെയ്യാറുണ്ട്. 19 പോലുള്ള രാസവളങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ എന്ത് മൂലകങ്ങളാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്? മനുഷ്യരുടെ എല്ല് പൊടിയുന്നത് പോലെ എല്ല് പൊടിയാനുള്ള കാരണം എന്ന് പറയുന്നത് കാൽസ്യമാണ്. കാൽസ്യത്തിന്റെ കുറവാണ്. ആ കാൽസ്യത്തിന്റെ കുറവ് പോലെ സസ്യത്തിനും കാൽസ്യം വേണം. കാൽസ്യം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ടോ? പക്ഷെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ കാൽസ്യം അടക്കമുള്ള സസ്യത്തിന് ആവശ്യമായ എല്ലാ മൂലകങ്ങളെയും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു. സസ്യത്തിന്റെ കാണ്ഡബലം വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇലകളുടെ ഫോട്ടോസിന്തസിസ് വർദ്ധിപ്പിക്കുന്നു. പ്രകാശ സംശ്ലേഷണം കൃത്യമായി നടത്തുന്നത് കൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? അത് പച്ചപ്പിലേക്കും അതോടൊപ്പം തന്നെ കൂടുതൽ ഇലകളുടെ സൈസിലേക്കും അത് കായയുടെ സൈസിലേക്കും മാറ്റം വരുത്തുന്നു. ഒരേ കായ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ക്വാളിറ്റി കായ കിട്ടുന്ന തരത്തിലേക്ക് നമുക്ക് പോകുന്നു. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml രീതിയിൽ NPKയുടെ കൂടെയും ഷേത്തിന്റെ കൂടെയും ഒന്നിച്ച് മിക്സ് ചെയ്തുകൊണ്ട് നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമുക്കിവിടെ കുറച്ച് കമ്പനി പറയുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് നമുക്കൊന്ന് ഇവിടെ നോക്കാം. ഈ സ്ക്രീനിന്റെ ഇടതുഭാഗത്ത് നമ്മൾ ഉപയോഗിക്കാത്തതും വലതുഭാഗത്ത് ഉപയോഗിച്ചതുമാണ്. വിത്ത് സംസ്കരണം മുതൽ നമുക്കിത് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആദ്യമായി തന്നെ നമുക്ക് വിത്ത് സംസ്കരണത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ ആണെങ്കിൽ 90 മുതൽ 92% വരെ നമുക്ക് വിത്ത് മുളപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്നു.
അതുപോലെ ലീഫ് സ്റ്റേജിലും വെളുത്ത വേരുകളും നമുക്ക് നോക്കാം. ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതും തമ്മിലുള്ള റിസൾട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. പുവർ പ്രോഗ്രസ് ഓഫ് വൈറ്റ് റൂട്ട്സ്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വൈറ്റ് റൂട്ട്സിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സാധിക്കുന്നു, നമ്മുടെ നെറ്റ്സർഫിലൂടെ സാധിക്കുന്നു, സ്റ്റിംറിച്ചിലൂടെ സാധിക്കുന്നു, NPK ഷേയത്തിലൂടെ ഉപയോഗിക്കുമ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് ലീഫ് സ്റ്റേജിലായാലും അതിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. വെജിറ്റേറ്റീവ് ഗ്രോത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. വേരിന്റെയും കാണ്ഡത്തിന്റെയും ഇലകളുടെയും സൈസും അതിന്റെ കട്ടിയും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഫ്ലവറിംഗ് സ്റ്റേജ് നോക്കുക, താഴെ മുതൽ മുകൾ വരെ ഒരേ സൈസിലുള്ള ഫ്ലവർ ആണ് നമുക്ക് ലഭിക്കുന്നത്. കായയുടെ സൈസും അതുപോലെ തന്നെ താഴെ മുതൽ മുകളിൽ ഒരേ സൈസിൽ നമുക്ക് ലഭിക്കുന്നു. ഇത്രയുമാണ് കമ്പനി പറയുന്നത്. നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞ് കിട്ടുന്ന റിസൾട്ടും കൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട്, കർഷകരുടെ അനുഭവം നമുക്കൊന്ന് നോക്കാം. ഇത് 2020 നമ്മൾ ഓൾറെഡി യൂട്യൂബ് വീഡിയോ നമ്മളൊന്ന് കണ്ടതാണ്. ആദ്യമായിട്ട് യൂട്യൂബ് വീഡിയോ ഒന്ന് കണ്ടതാണ്. 2021 മുതൽ 2023 വരെ ഉപയോഗിച്ച് 27 മാസം പ്രായമായ കവുങ്ങിനെ കൊലപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾസിന് കൊടുത്ത് കിട്ടിയ ഒരു റിസൾട്ട് ആണ്. കുറെ റിസൾട്ടുകൾ ഉണ്ട്, കുറച്ച് മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് തരുന്നത്. ബാക്കി ആർക്കും വേണമെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിലും ഗ്രൂപ്പിലും ഒക്കെ നമുക്ക് ആ റിസൾട്ട്, അതായത് യൂട്യൂബ് ചാനലിലൊക്കെ ഇതിന്റെ റിസൾട്ടുകൾ നിങ്ങൾക്ക് നിരവധിയായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ കുരുമുളകിലുണ്ടായ ഒരു റിസൾട്ടാണിത്. അതുപോലെ മഞ്ഞളിപ്പിൽ വന്ന ഒരു മാറ്റമാണ് നമ്മളിവിടെ കാണുന്നത്. ഇരിട്ടിയിലെ ഒരേ സ്ഥലത്ത് 2 തോട്ടങ്ങളിൽ ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള റിസൾട്ട്, ചെയ്തത് മുകളിലെ പച്ചപ്പും താഴെ ചെയ്യാത്തതിലുള്ള മഞ്ഞപ്പും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മഞ്ഞളിപ്പിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഉൽപ്പന്നങ്ങൾ സാധിക്കുന്നു എന്നുള്ളതാണ്. കർഷകർക്ക് അത്രയ്ക്കും ആശ്വാസകരമായിട്ട് ഓർഗാനിക് ഫാമിങ്ങിലൂടെ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഏലത്തിന് കൊടുത്തത്, ഇത് നമ്മുടെ ഇന്റീരിയർ ആയിട്ടുള്ള ചെടി വളർത്തിയതിൽ ഒരു മാഡം ചിക്കമംഗ്ലൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് കൊടുത്ത് സ്റ്റിംറിച്ച് മാത്രം ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട് ആണ്. താഴത്തത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഉണ്ടായ പച്ചപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഈ വരയിട്ടത് മുകളിലേക്ക് ഉപയോഗിച്ചതിന് ശേഷം കിട്ടിയ പച്ചപ്പിന്റെയും റിസൾട്ട്, അതിന്റെ ഗ്രോത്തുമാണ് നമ്മൾ കാണുന്നത്. അത് ഉപേക്ഷിക്കാൻ വേണ്ടി വെച്ച ഒരു ചെടിയായിരുന്നു കേട്ടോ. അവിടെ നിന്നാണ് നമ്മുടെ സ്റ്റിംറിച്ചിലൂടെ റിസൾട്ട് കിട്ടിയത്. ഇത് നെൽവയലിലുണ്ടായിരുന്ന ഒരു റിസൾട്ട് ആണ്. താഴെ ഉപയോഗിച്ച് ഇടതൂർന്ന് വളരുന്ന കണപൊട്ടി വളരുന്ന നെൽത്തോട്ടവും അതുപോലെ തന്നെ മുകളിൽ അതിന്റെ ഉപയോഗിക്കാത്ത ഒരു തോട്ടത്തിൽ, ഒരേ തോട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു 2 റിസൾട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്, ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള. ഇത് നമ്മുടെ കഴിഞ്ഞ 3 വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഉദയഗിരിയുള്ള ബേബി ചേട്ടന്റെ ഒരു റിസൾട്ട് ആണ്. നമുക്കൊന്ന് പരിശോധിക്കാം. 40 തെങ്ങുകളാണ്. ആ 40 തെങ്ങുകളിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 800-850 തേങ്ങയായിരുന്നു. ഈ ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം 1300-1350 തേങ്ങ അത് കിട്ടുന്നു. 40 തെങ്ങിൽ നിന്നും 800 തേങ്ങ പറിച്ചിരുന്ന സാഹചര്യത്തിൽ നമ്മുടെ 3 വർഷമായി കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹത്തിന് 40 തെങ്ങിന് 1300-ലധികം വരുന്ന തേങ്ങയിലേക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ മച്ചിങ്ങ പൊഴിഞ്ഞ് ഒരു തേങ്ങ പോലും കിട്ടാതിരുന്ന തെങ്ങിൽ നിന്നും തേങ്ങ പറിക്കുന്നതിന് വേണ്ടി ഒരു കർഷകന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതിലുപരി വണ്ടി പോലും പോകാത്ത മല മുകളിലുള്ള ബേബി സാറിന്റെ വീട്ടിലേക്ക് ഒരു സഞ്ചിയിൽ തൂക്കി പിടിച്ചു കൊണ്ടുപോയി വളപ്രയോഗം ചെയ്ത് തിരിച്ചു വരുവാൻ വേണ്ടി അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജിയിലൂടെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അത് തന്നെയാണ് നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ കഴിഞ്ഞ 3 വർഷക്കാലമായി ഉളിക്കൽ വിളമന എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ജോസ് സാറിന്റെ ഉപയോഗിക്കാതെ വെച്ച ജാതിയിൽ ഉണ്ടായ റിസൾട്ട് അദ്ദേഹം വിശദീകരിക്കും. നമുക്കൊന്ന് പരിശോധിക്കാം. ഉപയോഗിക്കാത്ത ജാതിയാണ്. ഉപയോഗിച്ചത് അപ്പുറത്ത് കണ്ടത് ഉപയോഗിക്കാത്താണ്. അതിന്റെ വ്യത്യാസം രാവും പകലും പോലത്തെ വ്യത്യാസം മരം തമ്മിൽ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ഈ ഒരു ചെടി ഒരു സ്മാരകം പോലെ വെച്ചിരിക്കുകയാണ്. കാരണം വരുന്ന ആൾക്കാർക്ക് അതിന് റിസൾട്ട് ഇല്ല എന്ന് തെളിയിച്ചു കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹം നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ അവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏത് കർഷകനും ആ തോട്ടത്തിൽ പോയി കാണുവാനും അതിലൂടെ ആ ഒരു ഉപയോഗിച്ചതിന്റെയും ഉപയോഗിക്കാത്തതിന്റെയും റിസൾട്ട് കാണുവാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി ഇത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിതീഷേ, നീ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്, കുറെ ആൾക്കാർ എന്റെ തോട്ടം കാണാൻ വേണ്ടി വരാറുണ്ട്. ആ വരുന്നവർക്ക് തെളിവ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അവർക്ക് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജാതിയിൽ നിന്നുള്ള റിസൾട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അവിടെ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു ഉൽപ്പന്നത്തോടുള്ള ആ ഒരു കാർഷിക മേഖലയോടുള്ള സ്നേഹം കൊണ്ടാണ് മറ്റുള്ളവർക്ക് കൂടി അതിന്റെ റിസൾട്ട് ലഭിക്കട്ടെ എന്നുള്ള ആ ഒരു അത്രയ്ക്കുമുള്ള ആത്മവിശ്വാസവും ആ ഒരു വീക്ഷണബോധവും കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും.
ഇതാണ് നമ്മുടെ വളപ്രയോഗത്തിന് വേണ്ടിയിട്ടുള്ളത്. നമ്മുടെ 3 ഘടകങ്ങൾ: മൂലകങ്ങൾക്ക് വേണ്ടി NPK, വളത്തിന് വേണ്ടി ഷേത്ത്, അതുപോലെ തന്നെ ഗ്രോത്തിന് വേണ്ടി സ്റ്റിംറിച്ച് എന്ന് പറയുന്ന ഈ 5 ഉൽപ്പന്നങ്ങൾ 1 ലിറ്റർ വെള്ളത്തിൽ 2 ml ഇതിൽ ഒന്നിച്ച് മിക്സ് ചെയ്യുകയും സ്റ്റിംറിച്ചിനെ നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്ഥലങ്ങളിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അതോടൊപ്പം തന്നെ ബയോ-90 എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം നമുക്കുണ്ട്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നമ്മുടെ വാഴ നോക്കാം. വാഴ എന്ന് പറയുന്ന ഒരു ചെടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് വെള്ളത്തെ അവിടെ നിലനിർത്താനുള്ള ശേഷിയില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വാഴയ്ക്ക് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം അവിടെ നിന്ന് ചെതറിത്തെറിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഉദാഹരണത്തിന് വാഴയിലെ ഒരു തിരിയലയാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ തിരിയലയ്ക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്ന് പെട്ടെന്ന് തന്നെ ആ വെള്ളം നിലത്തേക്ക് പോകുന്ന ഒരു ഒഴുക്കി കളയുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെയാണ് ബയോ-90 എന്ന് പറയുന്ന സിലിക്കൺ ബേസ്ഡ് സർഫേസ് ആക്ടിവേറ്റ് സ്പ്രെഡർ ആൻഡ് ഗമ്മർ ആയിട്ട് ഉപയോഗിക്കുന്ന ബയോ-90നെ യൂസ് ചെയ്യുമ്പോൾ ഇലകളിലേക്ക് മാക്സിമം സ്പ്രെഡ് ചെയ്ത് ഇലകളുടെ അടിയിലേക്കും കൂടെ നമ്മുടെ വളപ്രയോഗത്തെ എത്തിക്കുന്ന രീതിയിലേക്ക് മാറ്റം വരുത്തുന്ന ഒരു ഉൽപ്പന്നമാണ് ബയോ-90 എന്ന് പറയുന്നത്. അതോടൊപ്പം ഇലകളുടെ pH ലെവൽ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ബയോ-90 എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വാഴകൾക്കാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്. അതോടൊപ്പം തന്നെ വലിയ മഴകൾ വരുമ്പോൾ, വലിയ മഴകൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ബയോ-90 3 ലിറ്റർ വെള്ളത്തിൽ 1 ml എന്നുള്ള രീതിയിൽ സ്റ്റിംറിച്ചിന്റെ കൂടെയും ഇൻടാക്റ്റിന്റെ കൂടെയും സ്പ്രേ ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ഉപയോഗിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ബയോ-90 എന്ന് പറയുന്നത്. അത് വാഴകൾക്ക് പ്രത്യേകിച്ച് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. വാഴകൾക്ക് നിർബന്ധമായിട്ടും സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഉൽപ്പന്നമാണ് ബയോ-90 എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഇലകൾക്കൊന്നും അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നില്ല. അതോടൊപ്പം തന്നെ സസ്യത്തിന് നമ്മൾ നേരത്തെ നോക്കിയ കുറെ പ്രോബ്ലംസ് ഉണ്ട് അല്ലെ. നമ്മൾ വളപ്രയോഗം ചെയ്ത് സസ്യത്തിന്റെ പ്രതിരോധ ശേഷിയും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടെടുക്കുമ്പോൾ അതിന് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഇന്ന് അനുഭവിക്കുന്നുണ്ട്. കീടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നേടണം, എങ്കിൽ മാത്രമാണ് സസ്യങ്ങൾ ആരോഗ്യപരമായിട്ടുള്ളൂ. കണ്ണിൽ കാണുന്ന കീടങ്ങൾക്ക് വേണ്ടി അതിനെ തുരത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള രീതിയിൽ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ 10,000 ppm ഉള്ള വേപ്പെണ്ണ നീം ഓയിൽ കൂടെ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുവാൻ വേണ്ടിയിട്ട്. പല ആൾക്കാരും ഇൻടാക്ട് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പറയാറുണ്ട് ഇതിന് പെട്ടെന്ന് റിസൾട്ട് കാണുന്നില്ല എന്ന് പറയാറുണ്ട്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഇത് കെമിക്കൽ ആയിട്ടുള്ള പദാർത്ഥമല്ല. കെമിക്കൽ ആയിട്ടുള്ള പദാർത്ഥങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ ആ കീടങ്ങൾ നശിച്ചു പോകാം. പക്ഷേ അത് സസ്യങ്ങൾക്ക് കൂടെ കേടുപാടുകൾ വരുത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ സസ്യങ്ങളുടെ പ്രതിരോധ ശേഷിയെ നഷ്ടപ്പെടുത്തുന്നു, ഇലകൾക്കുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. അതിനൊക്കെ മാറ്റം വരുത്തി മുന്നേറുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. അടിച്ചു കഴിഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് തന്നെ ആ പ്രാണികളെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു പശയാണ്, ഒരുപക്ഷെ ഒരു പുൽത്തേലത്തിന്റെ ഒക്കെ മണമുള്ള ഒരു പശയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അത് കീടങ്ങളെ ആഗിരണം ചെയ്യുകയും അത് വായ തമ്മിൽ അത് മണത്ത് അത് ഭക്ഷിക്കാൻ വേണ്ടി വരുമ്പോൾ അത് വായ തമ്മിൽ ഒട്ടിപ്പിടിച്ച് പാരാലിസിസ് ആയി മരിച്ചു പോവുകയും അതിന് സ്പേം അടക്കം മരിച്ചു പോവുകയും ചെയ്യുന്നു. ഒരുപക്ഷെ നമ്മൾ കെമിക്കൽ കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ കെമിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വീര്യം കൂടിയത് 2ാമത്തെ തവണ കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ടാണ്? അതിനെ അഡ്മയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ കീടങ്ങൾക്ക് സാധിക്കുമ്പോൾ അത് നമ്മൾ ഇത്തവണ നമ്മൾ വീര്യം കുറഞ്ഞതടിക്കുമ്പോൾ അടുത്ത തവണ വീര്യം കൂടുതലിലേക്ക് മാറ്റം വരുത്തുവാനും അതിനെ മനസ്സിലാക്കി ആ കീടത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് കെമിക്കലിന്റെ വീര്യം കുറയുന്നതിനനുസരിച്ച് കടന്നു വന്ന് സസ്യത്തിന്റെ ഇലകളെ തിന്ന് അല്ലെങ്കിൽ പ്രാണികൾ അതിന്റെ ഘടനയെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി സാധിക്കുന്നു എന്നുള്ള പ്രാണികളെ കൊണ്ടുള്ള ശല്യം കർഷകരിലേക്ക് ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഇത് ഉപയോഗിക്കേണ്ടത് നമ്മുടെ വാവിന്റെ പിറ്റേ ദിവസം ഉപയോഗിക്കണം. കാരണം വാവിന്റെ പിറ്റേ ദിവസമാണ് ഇവ മുട്ടയിടുന്നതിന് വേണ്ടി ഇലകളിലേക്ക് വരുന്നത്. ആ സമയത്ത് നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള റിസൾട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. 2 ml ഇത് ഉപയോഗിക്കേണ്ടത്. ഇത് നമുക്ക് സസ്യത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മളിത് കുളിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇത് മനുഷ്യനോ മണ്ണിരകൾക്കോ മണ്ണിനോ ജീവജാലങ്ങൾക്കോ ഒരു പ്രോബ്ലവും ഇല്ലാത്ത ഒരു ഓർഗാനിക് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഇൻടാക്ട് എന്ന് പറയുന്നത്. ഈ കാണുന്ന പ്രാണികളെയൊക്കെ നമുക്ക് തുരത്തുന്നതിന് വേണ്ടി സാധിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് രണ്ടാമത്തെ ഒരു നമ്മുടെ സസ്യങ്ങൾക്കും കർഷകർക്കും ഇന്ന് ഏറ്റവും ദുരിതമായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഫംഗസ്, ബാക്ടീരിയയിൽ നിന്നും രക്ഷ നേടണം എന്നുള്ളത്. ആ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി, നാനോ ടെക്നോളജി, ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു ആവരണം പോലെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സസ്യത്തിനെ ഒരു ആവരണം പോലെ
അവിടെ ഒരു കവചം പോലെ നിന്നുകൊണ്ട് ബാക്ടീരിയയിൽ നിന്നും ഫംഗൽ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടിക്കൊടുത്ത് അതിന്റെ പ്രതിരോധ ശേഷിയെ പോലും വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നമ്മളെ കാസർഗോഡുള്ള അലക്സാർ 3 വർഷമായിട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന അലക്സാറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പറയാം, അദ്ദേഹം ഇത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വളർത്തു നായ വന്ന് ആ ഉൽപ്പന്നം കുടിച്ചപ്പോ ആ നായക്കൊന്നും സംഭവിക്കാതെ, ആ നായയുടെ ആരോഗ്യത്തിന് പോലും ഒന്നും സംഭവിക്കാത്ത രീതിയിലേക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള അത്രയ്ക്കും മണ്ണിനോ ജീവജാലങ്ങൾക്കോ ഒരു പ്രോബ്ലവും സൃഷ്ടിക്കാത്ത നാനോ ടെക്നോളജി, ബയോടെക്നോളജി യൂസ് ചെയ്ത ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന തീർച്ചയായിക്കോട്ടെ, COC ആയിക്കോട്ടെ, മറ്റെല്ലാ ഫംഗസിന് വേണ്ടി ഉപയോഗിക്കുന്ന കരാട്ടെ ആയിക്കോട്ടെ, അവയൊക്കെ നമ്മുടെ മനുഷ്യനും മണ്ണിനും ദോഷമുണ്ടാക്കുന്നതാണ്, സസ്യങ്ങൾക്കും ദോഷമുണ്ടാക്കുന്നതാണ്. അതിനൊക്കെ മാറ്റം വരുത്തി നമുക്കൊരു ഓർഗാനിക്കായി ഇതൊരു പ്രിവെന്റീവ് മെഡിസിൻ ആണ്, അതിന് മാറ്റം വരുത്തുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്ന രീതിയിലാണ് ഇത് നമുക്ക് ചോട്ടിലും അതുപോലെ തന്നെ പോളിയർ സ്പ്രേ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് സസ്യങ്ങളുടെ ഫംഗസിന് ഏത് തരത്തിലാണ് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കള നാശിനിക്ക് വേണ്ടിയിട്ടുള്ള എൻകൗണ്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്കുണ്ട്. നമുക്ക് വലിയ തരത്തിലുള്ള കളകളെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന റൗണ്ടപ്പ് പോലുള്ള ഭീകരമായ കെമിക്കലിനെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാവുന്ന എൻകൗണ്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്കുണ്ട്. ഇത്രയുമാണ് വളപ്രയോഗവും അതുപോലെ തന്നെ നമ്മുടെ കീടനാശിനിയും അതുപോലെ നമ്മുടെ ഫംഗിസൈഡും അതുപോലെ തന്നെ നമ്മുടെ കളനാശിനിയും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ NPK, ഷേത്ത്, സ്റ്റിംറിച്ച്, ഇൻടാക്ട്, റാപ്പപ്പ്, എൻകൗണ്ടർ, ബയോനാൻഡിയൻ തുടങ്ങിയ 8 ഉൽപ്പന്നങ്ങളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ഇവിടെ കാണുന്നുണ്ടോ CFC+ എന്ന് പറയുന്ന മനുഷ്യ പക്ഷി മൃഗാദികൾക്ക് കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് CFC+ എന്ന് പറയുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന 36 വരുന്ന വിറ്റമിൻസും പ്രോട്ടീൻസും എൻസൈംസും ഹെർബ്സ്, പ്രീബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ്, മിനറൽസ് ആൻഡ് ട്രേസ് എലമെന്റ്സ്, ന്യൂട്രിയൻസ് അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് CFC+ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ പശുക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ 10 മുതൽ 15% വരെ പാലിൽ വർധനവുണ്ടാകുന്നു, പശുവിന്റെ മെറ്റബോളിസത്തിൽ ചേഞ്ച് ഉണ്ടാകുന്നു, പാലിന്റെ ഫാറ്റിൽ മാറ്റം ഉണ്ടാകുന്നു, കൊഴുപ്പിലുണ്ടാകും, നമ്മുടെ SNF മാറ്റം ഉണ്ടാകുന്നു, റീഡിങ്ങിൽ മാറ്റം ഉണ്ടാകുന്നു, ചാണകത്തിൽ പോലും മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് പശുവിന്റെ ദഹന പ്രക്രിയയെ കൃത്യമായി മാറ്റം വരുത്തുന്ന ഒരു ഉൽപ്പന്നമാണ് CFC+ എന്ന് പറയുന്നത്. കാരണം ദഹനം കൃത്യമായി നടന്നു കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കും. അത് പാലിലൂടെയും അത് ബാക്കി വരുന്ന എല്ലാ പശുവിന്റെ ആരോഗ്യ സംബന്ധമായ എല്ലാ രീതിയിലും നമുക്ക് ഹോർമോൺ ഇൻബാലൻസിങ്ങിൽ പോലും നമുക്ക് ഇംബാലൻസിനെ പോലും മാറ്റം വരുത്തിക്കൊണ്ട് പശുവിന്റെ ആരോഗ്യത്തെ ഏറ്റവും നല്ല രീതിയിൽ പ്രതിനിധാനം വേണ്ടി ചെയ്യുന്ന അത്രയ്ക്കും ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫീഡ് സപ്ലിമെന്റ് ആണ് CFC+ എന്ന് പറയുന്നത്. ആ CFC+ നമ്മൾ കറവയുള്ള ഒരു പശുവിന് 10 മുതൽ 15 ഗ്രാം വരെയൊക്കെ നമ്മൾ കെമിക്കൽ അടങ്ങിയ ഫുഡിലല്ലാതെ, ഇതൊരു കെമിക്കൽ ഫുഡല്ല, അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഓക്കയിലാവട്ടെ മറ്റ് ഏത് ഭക്ഷണ പദാർത്ഥത്തിലായാലും ഇന്ന് യൂറിയയും അമോണിയം അടങ്ങിയ ഭീകരമായിട്ടുള്ള കെമിക്കൽ അടങ്ങിയ പദാർത്ഥങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. അതിലൊക്കെ തവിടിലോ പിണ്ണാക്കിലോ പുല്ലിലോ പഴത്തിലോ ദോശയിലോ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന പശുക്കളുടെ ആരോഗ്യ സമ്പത്തിനെ വളരെ മികച്ച രീതിയിൽ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് CFC+ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പഴയ കാലങ്ങളിൽ പശുവിനെ നമ്മൾ അഴിച്ചുവിട്ട് വളർത്തിയിരുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊടുത്ത് തൊഴുത്തിൽ കെട്ടിയിട്ടാണ് നമ്മൾ പശുവിനെ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മാറ്റം വരുത്തി പശുക്കളുടെ ആരോഗ്യത്തെ നല്ല രീതിയിലുള്ള ആരോഗ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ CFC+ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പക്ഷികൾക്കും മൃഗാദികൾക്കും എല്ലാത്തിനും കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. കോഴികൾക്കാണെങ്കിൽ 250 ഗ്രാമാണ് 1 ടൺ ഫീഡിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫിഷ് ഫാമിംഗ് ചെയ്യുന്ന ഒരു സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും, അത് കേരളമാണ്. ആ കേരളത്തിലേക്ക് നമ്മുടെ ഓർഗാനിക് ഫിഷ് ഫാമിങ്ങിന്, ഫിഷിനെ ഫീഡ് സപ്ലിമെന്റിന് വേണ്ടി അക്വാ ഫീഡ്, ജലത്തെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി അക്വാ ക്ലിയർ, അതുപോലെ തന്നെ മണ്ണിന്റെ pH ലെവൽ പോലെ തന്നെയാണ് നമ്മുടെ ജലത്തിന്റെ pH ലെവല്. ആ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്വാ കൾച്ചർ തുടങ്ങിയ 3 ഉൽപ്പന്നങ്ങൾ കാർഷിക മേഖലയിൽ നമ്മുടെ ഓർഗാനിക് ഫിഷ് ഫാമിങ്ങിലേക്ക് വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി മുന്നേറുന്ന 3 ഉൽപ്പന്നങ്ങളാണ് നെറ്റ്സർഫിൻ്റെത്. തീർച്ചയായിട്ടും ഇത്രയും വരുന്ന നമ്മളെ നാളത്തെ തലമുറയ്ക്ക് വേണ്ടി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി മുന്നേറുന്ന ഒരു ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെട്ടത്. ഒരുപക്ഷെ 800 തേങ്ങയിൽ നിന്നും 1300 തേങ്ങയിലേക്ക് സന്തോഷവാനായ കർഷകരെ രൂപപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടി മഞ്ഞളിപ്പ് വന്ന് മുറിച്ചു മാറ്റാൻ വേണ്ടിയിരുന്ന 100 തെങ്ങിനെ
വിളവെടുപ്പുള്ള നല്ല പച്ചപ്പുള്ള തെങ്ങാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കർഷകന്റെ സന്തോഷത്തിൽ പങ്കാളിയാവുവാൻ വേണ്ടി രണ്ട് കിൻഡൽ അടക്ക കിട്ടുന്ന ഒരു തോട്ടത്തിൽ നിന്ന് 3 കിൻഡൽ അടക്കയിലേക്ക് അദ്ദേഹത്തെ മാറ്റുവാൻ വേണ്ടി 27 മാസം പ്രായമായ ഒരു കൗങ്ങിനെ കൊലപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്ക് മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഓരോ കർഷകന്റെ ഇടയിലേക്കും 10 ഷീറ്റ് കിട്ടുന്നിടത്ത് 20 ഷീറ്റിലേക്ക് മാറ്റം വരുത്തുന്ന ഒരു കർഷകനായി മാറ്റം വരുത്തുന്ന രീതിയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും റിസൾട്ട് ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഉൽപ്പന്നങ്ങൾ ഇന്ന് കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. ഒരിക്കൽ കൂടി ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചവർക്കും ഇനി ഉപയോഗിക്കാൻ പോകുന്നവർക്കും വളരെയധികം മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ ഉണ്ടാവട്ടെ. ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസിന് പരിഹാരങ്ങൾ ഉണ്ടാകട്ടെ. അതിന് ഏത് സമയത്തും അതിന് സഹായത്തിന് വേണ്ടി നമ്മളെപ്പോലുള്ളവർ നിങ്ങൾക്ക് മുന്നിലേക്ക് ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരു ട്രെയിനിങ് കേട്ടതിന് നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ 2 വർഷക്കാലമായി ഉപയോഗിക്കുകയും അതിന്റെ റിസൾട്ട് ലഭിക്കുകയും ചെയ്ത കാസർഗോഡ് ജില്ലയിലെ പ്രിൻസ് സർ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം അദ്ദേഹത്തിന്റെ അനുഭവം വിവരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഹലോ പ്രിൻസ് സാർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. നെറ്റ് വളരെ സ്ലോ ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല. ഓക്കെ സാർ, സംസാരിച്ചോളൂ. എന്റെ പേര് പ്രിൻസ്. കാസർഗോഡ് ജില്ലയിലെ കോടോമ്പളൂർ പഞ്ചായത്തിലാണ് താമസം. 2 വർഷമായി നെറ്റ് സർഫിന്റെ ഇത് നമ്മൾ ആദ്യം കമുകിനാണ് ഉപയോഗിച്ചത്. ഇവിടെ ബോഡോമിസറിന് 1ഉം 2ഉം പ്രാവശ്യം അടിച്ചിട്ടും കമുകി മഹാളി കണ്ടമാനം പടരുകയും പൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രതിഭാസമായിരുന്നു ഇവിടെ എല്ലാം, നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തിലെല്ലാം. പക്ഷെ നമ്മൾ നെറ്റ് സർഫ് ഇങ്ങനെ ഒരു ബന്ധുവിൽ നിന്നാണ് നമ്മൾ അറിഞ്ഞത് നെറ്റ് സർഫിന്റെ ഉൽപ്പന്നങ്ങള്. അങ്ങനെ ഒരു ബന്ധു മുഖാന്തരം നമുക്ക് ആദ്യം ഇങ്ങനെ റാപ്പും നമ്മൾ ഉപയോഗിച്ചു, പിന്നെ NPK ഉപയോഗിച്ചു. നല്ല റിസൾട്ടായിരുന്നു നമുക്ക് കിട്ടിയത്. കാരണം ചുറ്റുവട്ടങ്ങളിലൊക്കെ 2 പ്രാവശ്യമൊക്കെ ബോഡോമിസർ അടിച്ചിട്ടും പലർക്കും പൊഴിഞ്ഞു പോയിട്ടിട്ടും നമുക്ക് ഇവിടെ നല്ല ഒരു റിസൾട്ടാണ് കിട്ടിയത്. നല്ല അടയ്ക്ക പൊഴിച്ചിൽ വളരെ കുറവുണ്ടായിരുന്നു. അത് മാത്രമല്ല നല്ലോണം അടയ്ക്കുണ്ടായിരുന്നു. നമ്മളിപ്പോ ഈ വർഷം സ്റ്റോർ ചെയ്യുന്ന നമ്മുടെ സ്റ്റോർ റൂം ഫുൾ അടയ്ക്കയാണ്. ഒരു കൊല്ലം അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പൊ അതുപോലെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിരുന്നു. ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ പലരും ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിച്ചവരൊക്കെ നല്ല റിസൾട്ടാണ് എല്ലാവരും പറയുന്നത് തന്നെ. പക്ഷെ റബ്ബറിന് നമ്മുടെ അതിനുശേഷമാണ് ഞാൻ നിതീഷ് സാറിന്റെ ഒരു വീഡിയോ കണ്ടത്. കാസർഗോഡ് ജില്ലയിലെ ഉദയപുരത്തുള്ള ഒരു അലക്സ് ചേട്ടന്റെ തോട്ടത്തില് റബ്ബർ ഉപയോഗിച്ച ശേഷം നല്ല റിസൾട്ടാണെന്നുള്ള വീഡിയോ കണ്ടു. അപ്പൊ ആ വീഡിയോയിൽ തന്നെ അദ്ദേഹത്തിന്റെ നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ വേഗം കോണ്ടാക്ട് ചെയ്തു. അപ്പൊ അത് ഉപയോഗിക്കേണ്ട രീതികളും എനിക്ക് ഈ വർഷം മരുന്ന് ലഭ്യമാകത്തക്ക രീതിയിലുള്ള ഇടപെടലുകളൊക്കെ നടത്തി അദ്ദേഹം എനിക്ക് മരുന്ന് എത്തിച്ചു തന്നു. അപ്പൊ ഇപ്പൊ ഈ വർഷം നമ്മൾ റബ്ബറിന് ഒഴിച്ചിരിക്കുകയാണ്. റാപ്പ് ഉപയോഗിച്ചു, NPK ഉപയോഗിച്ചു. നല്ല റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. കാരണം റബ്ബറിന് ഉപയോഗിച്ച് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയതായിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ റബ്ബറിന്റെ റിസൾട്ട് പറയാനായിട്ടില്ല. ഇപ്പൊ റബ്ബർ വെട്ടാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഈ അടയ്ക്കായ നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മുടെ അടുത്ത ഒരു മാഷ് കപ്പയ്ക്ക് നല്ലോണം ഇത് ഉപയോഗിച്ചു. കപ്പ നട്ടിട്ട് അതില് ഇത് ഉപയോഗിച്ച ശേഷം ബയോഫിറ്റ് ഉൽപ്പന്നം ഉപയോഗിച്ച ശേഷം കപ്പ ഇല തന്നെ കണ്ട നല്ല വലിപ്പത്തിലുള്ള ഇലയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു. കപ്പ ഉഷാറായിട്ട് വന്നിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് അനുഭവിക്കാൻ പറ്റിയില്ല. കാരണം കാട്ടുപന്നി കൈകാര്യം ചെയ്തു. അപ്പൊ അങ്ങനെ സംഭവം ഉണ്ടായി നമ്മുടെ. പിന്നെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ടാണ്. പച്ചക്കറികൾക്കൊക്കെ പയറിനൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ടായിട്ട് കാണുന്നത്. ഞാൻ പറയുന്നത് ബയോഫിറ്റ് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുക മാത്രമല്ല പ്രചരിപ്പിക്കുകയും കൂടെ ചെയ്യണം. കാരണം വെച്ചാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെല്ലാം തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ വരുന്ന പല ഉൽപ്പന്നങ്ങളെല്ലാം വിഷം നിറഞ്ഞ പച്ചക്കറികളും ഒക്കെ നമ്മൾ കഴിക്കേണ്ട സാഹചര്യത്തില് ഈ പച്ചക്കറിയുടെ മേഖലയിലൊക്കെ ഈ ബയോഫിറ്റ് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. അതുപോലെ പഴവർഗ്ഗങ്ങളൊക്കെ നല്ലത് കഴിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, താങ്ക് യു പ്രിൻസ് സാർ. വളരെയധികം ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ, ചുരുങ്ങിയ വേർഡ്സിനുള്ളിൽ അദ്ദേഹത്തിന്റെ റിസൾട്ട് അദ്ദേഹത്തിന് പറയാൻ വേണ്ടി സാധിച്ചു. CFC യെ കുറിച്ച് 2 വാക്ക് പറഞ്ഞോട്ടെ. തീർച്ചയായും ഇപ്പൊ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് കഴിഞ്ഞൊരു വർഷമായിട്ട് ചർമ്മമുഴ രോഗം, ലംബി സ്കിൻ ഡിസീസ് പശുക്കളിൽ ധാരാളമായി വന്നിരുന്നു.
പക്ഷെ ACFC എന്ന ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രത്യേകത കാണുന്നത് ഇങ്ങനെ ഈ പല ഡിസീസ് വന്നിട്ട് ക്ഷീണാവസ്ഥയിൽ വന്ന പശുക്കൾ, പ്രത്യേകിച്ച് കുളമ്പ് രോഗം അങ്ങനെയൊക്കെയുള്ള ക്ഷീണാവസ്ഥ വന്ന പശുക്കൾക്ക് പെട്ടെന്ന് റിക്കവർ ആയിട്ട് വരുന്നതായിട്ട് പലരും പറയുന്നുണ്ട് ACFC കൊടുക്കുമ്പോൾ. കാരണം ഈ ലംബി സ്കിന്നെല്ലാം വന്ന പശുക്കൾ വളരെ ചടഞ്ഞ് ക്ഷീണമായി പിടിച്ച് പിന്നെ അങ്ങോട്ട് എന്ത് നമ്മൾ കൊടുത്താലും അത് എത്ര തീറ്റ കൊടുത്താലും എത്ര പിണ്ണാക്ക് കൊടുത്താലും ഒന്നും പിന്നെ പല പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് വരുന്നത് കാണുന്നില്ല. പക്ഷെ CFC ഉപയോഗിക്കുമ്പോൾ അതിന് വളരെ മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ കുളമ്പ് രോഗം വന്ന പശുക്കൾക്ക് റിക്കവറായ പശുക്കളെ പിന്നെ ഒന്നും കൊള്ളില്ല. കാരണം ഒരു 5% പശുക്കളെ പിന്നീട് ചെന പിടിച്ച് രണ്ടാമത് ഒരു ഉൽപാദനാവസ്ഥയിലേക്ക് വരികയുള്ളൂ. പക്ഷെ CFC കൊടുക്കുമ്പോൾ വളരെ മാറ്റമാണ് കാണുന്നത്. പശുക്കൾ പെട്ടെന്ന് പൂർവ്വസ്ഥയിലേക്ക് ആരോഗ്യത്തിലേക്ക് വരുന്നുണ്ട്. അവരുടെ ഉൽപാദനത്തിലേക്കും തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു CFC കൊണ്ട് നല്ലൊരു ഗുണമുള്ളതായിട്ടാണ് എനിക്ക് അനുഭവത്തിലുള്ളത്. ഓക്കെ സാർ, താങ്ക് യു. വളരെ സന്തോഷം പ്രിൻസ് സാർ. കാരണം പ്രിൻസ് സാറിന്റെ ആ ഒരു വാക്കുകൾ വന്നത് ഹൃദയത്തിൽ നിന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം തന്നെയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഉപയോഗിക്കുക മാത്രമല്ല, ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് പ്രചരിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രിയ കർഷക സുഹൃത്തുക്കളെ, നെറ്റ്സർഫിനെ സ്നേഹിക്കുന്നവരെ, റിസൾട്ട് അനുഭവിച്ചവരെ, ഇനി അനുഭവിക്കാൻ വേണ്ടി പോകുന്നവരെ, ഇത് തന്നെയാണ് നമ്മളും പറയുന്നത്. ഒരു പരിവർത്തനായി ഒരു മാറ്റം സൃഷ്ടിക്കുവാൻ കാർഷിക മേഖലയിൽ വലിയൊരു വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നം ആണ് നെറ്റ്സർഫ് എന്നൊരു സംശയമില്ല. കാരണം പ്രിൻസ് സാറിനൊക്കെ ഞാൻ ഈ അടുത്താണ് പരിചയപ്പെടുന്നത്. കാസർഗോഡ് സ്വദേശിയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹം ഉപയോഗിച്ചു, അദ്ദേഹത്തിന് റിസൾട്ട് ലഭിച്ചു. അതിലൂടെ നമ്മളിലേക്ക് വന്നു, നമ്മളിലൂടെ അതിന്റെ പ്രൊഡക്റ്റ് എടുക്കുകയും പിന്നീട് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന കർഷകരായി മാറി വരിക എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ കുറേ വർഷം. പ്രിൻസ് സാർ എത്ര നാളായി ഒരുപക്ഷെ കാർഷിക മേഖലയിൽ? ഹലോ, അത് ലെഫ്റ്റ് ആയി പോകുന്നത്, റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട്. എങ്കിലും കുറെ വർഷങ്ങളായിട്ടുള്ള അനുഭവ പാരമ്പര്യമുള്ള അദ്ദേഹത്തിന്റെയൊക്കെ വാക്കുകൾ ഓരോ കർഷകരും ഇടനെഞ്ചിൽ ഏറ്റെടുക്കണമെന്ന് മാത്രം ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ വരുത്തട്ടെ. ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇനി അടുത്ത ട്രെയിനിങ്ങിലേക്ക് നിങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെയുള്ള ഒരാളെയെങ്കിലും പങ്കെടുപ്പിക്കാനുള്ള മനസ്സുകൂടി, ആ നന്മ കൂടി നിങ്ങൾ കാണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭരാത്രി, സുഖനിദ്ര. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് നെറ്റ്സർഫ്. താങ്ക് യു.